ഹലോ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിഷുവൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പോലെ തന്നെ നമ്മളുടെ വിഷുവും തുടങ്ങിയത് തലേന്ന് വൈകുന്നേരമാണ് കേട്ടോ. അതായത് നമ്മൾ പ്രജി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 4 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ 4 പേരോട് പുറത്തിറങ്ങി. 4 പേരെന്ന് വെച്ചാൽ ഞാനും പ്രജിയും ശമ്പൂട്ടനും പിന്നെ പ്രജിയുടെ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വെക്കേഷനല്ലേ, +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, അപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ കുറച്ച് ദിവസം നിൽക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ആളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരുടെ ഷോപ്പിങ്ങിന് ഇറങ്ങി. അത്യാവശ്യം കണി വെക്കേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്നിട്ടും ഈ ചക്കയും മാങ്ങയും കണിക്കൊന്നയൊക്കെ കാശ് കൊടുത്ത് മേടിക്കേണ്ട വരുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എന്നോട് പ്രജി ചോദിക്കാണ്, ഈ കേരളത്തിലുള്ളവർക്ക് മേടിക്കാൻ വേണ്ടി തന്നെയല്ലേ കൊച്ചിയിൽ ഇതൊക്കെ വിൽക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് മേടിക്കുമൊന്നും ഇല്ലല്ലോ എന്ന് ലോജിക്കലി തിങ്ക് ചെയ്തപ്പോൾ ശരിയാണ്. എല്ലാവരുടെയും വീട്ടിൽ മാവും പ്ലാവും കണിക്കൊന്ന മരം ഒന്നും വേണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ. സാധനങ്ങളെല്ലാം ഇങ്ങനെ ചുവന്ന് കൊണ്ടുപോയിട്ട് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറേ സാധനം ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേർക്ക് ബോറടിച്ചേ. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവരെ ഒരു കഫേയിൽ കയറ്റി ഇരുത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്താ മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു മിൽക്ക് ഷേക്ക് ശമ്പൂട്ടനും കഴിച്ചു, നന്ദൂട്ടനും ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ ക്ഷീണിച്ച് വന്നിട്ട് നമ്മളൊരു ഷാർജയും ഒരു ഫലൂദയൊക്കെ മേടിച്ചപ്പോൾ വീണ്ടും അവർക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം അവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ ബൈക്കിലിറങ്ങി. കാരണം കാറിൽ സാധനം കൊണ്ടുവരാൻ എളുപ്പമാണെങ്കിലും ഈ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ കാറിൽ പോകുന്നത് കുറച്ചൊരു റിസ്ക്കാണ്. നമുക്ക് ചെറിയ ചെറിയ കടകളിൽ കയറി പല സാധനങ്ങൾ മേടിക്കാനുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ബൈക്കിലിറങ്ങി. അതിനുശേഷം സാധനങ്ങളെല്ലാം മേടിച്ച് വന്നു. പക്ഷേ തലേദിവസം പ്രജി ഒറ്റയ്ക്ക് പോയിട്ട് കുറച്ച് പടക്കങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ ആലപ്പുഴ വീട്ടിലൊന്നും ദീപാവലിക്ക് അല്ല, നമ്മുടെ വിഷുവിന് പടക്കമൊന്നും പ്രത്യേകിച്ച് ആഘോഷങ്ങൾക്കൊന്നും എൻ്റെ വീട്ടിൽ പടക്കം പൊട്ടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കണ്ണൂർ വന്നതിന് ശേഷമാണ് ഈ വെളുപ്പിനെ 3 മണിക്കൊക്കെ പടക്കം പൊട്ടിക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വിചാരിച്ചത് ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഏരിയ ആണ്, അപ്പം അവർ വലുതായിട്ട് വിഷു ആഘോഷിക്കില്ല എന്നാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേന് അങ്കിളും ആൻറ്റിയും അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ടെറസിൽ നിന്ന് പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ താഴെ നിന്ന് പൊട്ടിക്കുന്ന അതിൻ്റെ താഴേക്ക് വായോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയിട്ട് താഴെ നിന്ന് തന്നെ പൊട്ടിച്ചു. അപ്പോഴത്തേക്ക് ആൻറ്റി അങ്കിളും എല്ലാം ഇറങ്ങി വന്നു, അവരുടെ മോനും മോളും എല്ലാവരും ഇറങ്ങി വന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷകരമായിട്ട് കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പടക്കം പൊട്ടിക്കണമെന്ന്, മക്കൾക്ക് വേണ്ടിയിട്ട് പടക്കം പൊട്ടിക്കണമെന്ന് നമുക്കും, എന്നാൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുകയും ചെയ്യരുതെന്ന് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, ഈ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്ത വെളിച്ചം മാത്രമുള്ള ഈ കമ്പിത്തിരി, മത്താപ്പൂ, അങ്ങനത്തെ ഫ്ലാഷ് പോലത്തെ സാധനങ്ങളാണ് മേടിച്ചത്, ഒച്ചപ്പാട് വേണ്ട എന്ന് കരുതിയിട്ട്. പക്ഷേ ഇവിടെ ഇത്രയും വലിയ ആഘോഷമാണെന്ന് ഇന്ന് വൈകുന്നേരം നമ്മൾ മാർക്കറ്റിൽ ചെന്നപ്പോഴറിഞ്ഞു. പടക്കക്കടയുടെ മുമ്പിൽ ഒരു ക്യൂ ഒക്കെ ഒന്ന് കാണണം. അപ്പം നമ്മൾ മേടിച്ച സൈലൻ്റ് ആയിട്ടുള്ള എന്നാൽ സന്തോഷം തരുന്ന കുറച്ച് പടക്കങ്ങളും ചക്രവും അത് ഇതുമെല്ലാം ഞങ്ങൾ കുറച്ച് മേടിച്ചതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് താഴെ കൊണ്ടുവന്ന് വൈകുന്നേരം തന്നെ പൊട്ടിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു പട്ടാളക്കാരൻ്റെ ലൈഫ് എന്ന് പറയുമ്പം എന്താണ്, ഒരു സന്തോഷമില്ല എന്ന് വെച്ചാൽ ആഘോഷങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കുറേ റീൽസൊക്കെ കാണുന്നില്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിഷുവിൻ്റെ അന്നത്തെ ആഘോഷങ്ങൾ നമുക്ക് വേറൊരു ദിവസം റീക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? വിഷുവിന് ഈ ഒരു പറ്റിയില്ല അല്ലെങ്കിൽ ഓണത്തിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ ബേസിലാണ് സപ്പോസ് എങ്കിൽ നമുക്ക് തിരുവോണത്തിന് മേ ബി ആഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. 10 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സ് സർക്കിളാണ് ഇത് ആഘോഷിക്കുന്നത്. 10-ൽ 2 പേർക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം കാണില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നറിയാമോ, എല്ലാവർക്കും കൂടെ ഓൾമോസ്റ്റ് ഓഫ് വരുന്ന ഒരു ദിവസം ആ മാസത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് പൂക്കളമൊക്കെ ഇട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഓണത്തിനെ അങ്ങ് റീക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് വിഷു. നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ദീപാവലി, ഹോളിയൊക്കെയാണ്. കാരണം അതൊക്കെ നമുക്ക് എല്ലാവരും കൂടെ ചെയ്യുമ്പോഴേ രസമുള്ളൂ. എല്ലാ വീട്ടിലും ലൈറ്റ് കത്തിച്ച് വെക്കുമ്പോഴാണ് ദീപാവലിക്ക് ഒരു രസമുള്ളൂ. എല്ലാവരും ഇറങ്ങി മുഖത്ത് കളറടിക്കുമ്പോഴാണ് ഒരു രസമുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഓണം എന്നുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെ മാത്രം റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ കേരളക്കാരെ മാത്രം റെപ്രസെൻ്റ് ചെയ്ത സാധനം ആയതുകൊണ്ട് നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി അല്ലേ. പക്ഷേ നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം മാക്സിമം അതേ ദിവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കും. വിഷുവും ഓണവും ഒക്കെ നമുക്ക് പറ്റുന്ന പോലെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സന്തോഷിക്കുക, ആഘോഷിക്കുക, കൂടിച്ചേരുക, അത് തന്നെ. അപ്പോൾ ഇത്രയും പറഞ്ഞ് എന്താണെന്നറിയാമോ, നമ്മുടെ വിഷുവിൻ്റെ അന്ന് വെളുപ്പിനെ 4:30 പ്രജിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ അവിടെ യൂട്യൂബിലെല്ലാം നോക്കിയപ്പോഴത്തേക്ക് 3:30 തൊട്ട് 6:30 വരെയാണ് കണി കാണേണ്ട സമയം. സോ ഞങ്ങൾ ഈ പടക്കം എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് വന്ന് മക്കൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്ത് അവരെ കിടത്ത് ഉറക്കിയതിന് ശേഷം നമ്മൾ രണ്ടുപേരോട് കണി ഒരുക്കി
പ്രജയാണ് മേജറായിട്ടുള്ള ഒരു സിംഹഭാഗം എല്ലാം ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തു, കാരണം അറിഞ്ഞിരിക്കണമല്ലോ, എല്ലാ വർഷവും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തു കേട്ടോ. അറേഞ്ച് ചെയ്തിട്ട് രാവിലെ വെളുപ്പിനെ 3:30 ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എണീറ്റ് വന്ന് കണി കണ്ടു. കണി കണ്ടതിന് ശേഷം കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നന്ദൂട്ടനെ വിളിച്ചുണർത്തുന്നത്, മൂത്താളെ വിളിച്ചുണർത്തുന്നത്. അപ്പോൾ കാരണം ശമ്പൂട്ടനെയാണ് ആദ്യം വിളിച്ചുണർത്തുന്നത് എങ്കിൽ അവൻ്റെ ഒച്ചപ്പാടും ബഹളവും കേട്ട് ഓട്ടോമാറ്റിക്കലി നന്ദു എണ്ണീക്കും. പിന്നെ ആദ്യം കണ്ണു തുറന്ന് കാണുമ്പോൾ നമ്മൾ കണി തന്നെ കാണണമല്ലോ, വേറെ ഒന്നും അങ്ങനെ ലൈറ്റൊന്നും കണ്ടിട്ടല്ലല്ലോ വന്നിട്ട് കണി കാണുക. അപ്പോൾ നന്ദൂട്ടനെ ആദ്യം നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് കൊണ്ടുവന്ന് കണിയെല്ലാം കാണിച്ചു കേട്ടോ. കാരണം ഈ വർഷം നമുക്ക് ഒരു ആഘോഷവും ഉണ്ടായിട്ടില്ല. ശമ്പൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യം. അതുപോലും ഞങ്ങൾ ഈ പ്രാവശ്യം കാര്യമായിട്ട് ആഘോഷിച്ചിട്ടില്ല. ഈ വർഷം അങ്ങനെയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് ഈ ഏപ്രിൽ ആകുമ്പോൾ 1 വർഷം ആവത്തതേ ഉള്ളൂ. പക്ഷേ നന്ദൂട്ടൻ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രാവശ്യം കണി ഒരുക്കിയത്. കാരണം എന്താണെന്നറിയോ, ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ടാണ് അവൻ ഇവിടെ വന്നതെങ്കിലും അവൻ്റെ ഒരു അവകാശമാണ് ഈ വർഷത്തെ കണി കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ സെൻറ്റിമെൻ്റൽ ഇഷ്യൂ കൊണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് കണി കാണാമെന്ന്. അപ്പം ശമ്പൂട്ടനെയും കണി കണ്ടു. അപ്പോഴത്തേക്ക് നന്ദൂട്ടൻ മുഖമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി പോയതാണേ. അപ്പോൾ ശമ്പൂട്ടൻ കണി കണ്ടു. ഞാനപ്പോൾ ഇങ്ങനെ അവനങ്ങനെ എല്ലാം കാണാൻ നോക്കില്ലല്ലോ, പെട്ടെന്ന് ഉറക്കത്തിലല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് കാണിക്കുക, ഉണ്ണിക്കണ്ണനെ കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ എല്ലാം കാണിച്ചു കൊടുക്കുകയാണേ. അതിനുശേഷം പ്രജിയത ശമ്പൂട്ടന് കൈനീട്ടം കൊടുത്തു. ശമ്പൂട്ടനെ സംബന്ധിച്ചിടത്തോളം അടുത്തത് കൈനീട്ടം എന്ന് പറയുന്നത് ഒരു പൈസ ശേഖരിക്കുന്ന പരിപാടിയല്ല. കാരണം ഏത് വീട്ടിൽ ചെന്നാലും ആരായാലും ശമ്പൂട്ടന് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഒരിക്കലും പൈസ നമ്മൾ എവിടുന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല. ആകെ അവന് കിട്ടുന്ന കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത് വിഷുക്കൈനീട്ടാണ്. അതും എൻ്റെയും പ്രജയുടെയും കയ്യിൽ നിന്ന് മാത്രമാണ് പൊതുവെ അവന് കിട്ടാറുള്ളൂ. ഈ കൊല്ലം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവന് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും മാത്രമാണ് അവന് വിഷുക്കൈനീട്ടം കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അറിയാമല്ലോ, നമ്മളിങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പം നമ്മൾ അങ്ങനെ ഒരു ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും എത്ര പൈസയായി അങ്ങനെയൊന്നും നോക്കുന്ന പരിപാടി ശമ്പൂട്ടൻ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ല. അപ്പം നമ്മുടെ ഒരു ലൈഫ് ഇങ്ങനെയാണ്, പറഞ്ഞിട്ടേ കാര്യമില്ല. പണ്ടത്തെ പോലെ ഇത്ര പൈസ കൂട്ടി വെക്കണം അല്ലെങ്കിൽ എത്ര ആൾക്ക് കൂടുതൽ അങ്ങനെയൊന്നും നമുക്കറിയില്ല. നന്ദൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ഞങ്ങളുടെ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ. നാട്ടിൽ നിന്നാണെങ്കിൽ അവന് കുറച്ചും കൂടെ നന്നായിട്ട് കളക്ഷൻ കിട്ടിയേനെ. ശരി, അപ്പം നമ്മൾ 2 പേർക്കും വിഷുക്കോടി എടുത്തു കൊടുത്തു കേട്ടോ. 2 പേർക്കും വിഷുക്കോടിയും വിഷുക്കൈനീട്ടവും എല്ലാം കൊടുത്തു. അതിനുശേഷം 3:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ടെറസിൽ വന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന പടക്കമെല്ലാം അങ്ങ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം 4:30 പ്രജിക്ക് ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ മിനിമം 4:10 4:15 ഇവിടുന്ന് ഇറങ്ങിയാലാണ് പറ്റുള്ളൂ. അപ്പോൾ ടെറസിൽ 3 വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്, പ്ലീസ് ഇഗ്നോർ. കാരണം നമ്മൾ 3 ഫാമിലിയാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് വാട്ടർ ടാങ്കൊക്കെയാണ്. അപ്പോൾ രാവിലെ ഇനി താഴെ പോയിട്ട് അങ്ങനെ എല്ലാവരും ഉറങ്ങുമല്ലേ, എല്ലാവരും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പടക്കത്തിൻ്റെ ഒച്ചയൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്, നമുക്ക് ഇപ്പോഴേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറച്ച് പടക്കം എടുത്തിട്ട്, പടക്കമല്ല നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അന്നേരം തന്നെ കത്തിച്ചു. പിന്നെ പ്രജി പറഞ്ഞു ഞാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണത് ബുദ്ധിമുട്ട്. കാരണം കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് വേണം എന്ന് വെച്ചുകൊണ്ട് പ്രജിക്കും എൻജോയ്മെൻറ്റ് വേണ്ടേ ലൈഫിൽ. ബാക്കി എല്ലാവരും ഇഗ്നോർ ചെയ്താലും ഞാൻ പ്രജിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ പ്രജി ഉള്ളപ്പോൾ തന്നെ ഇപ്പം തന്നെ പടക്കം പൊട്ടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈകിട്ട് വന്നിട്ട് രാത്രിക്ക് വന്നിട്ട് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പടക്കം പൊട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പ്രജി പറഞ്ഞു എന്നാൽ ശരി വരൂ, അന്ന് കുട്ടികളും പറഞ്ഞു എന്നാൽ ശരി വരും, നമുക്കിപ്പോൾ തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ നമ്മൾ അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഈ സാധനം ഭയങ്കര പേടിയാണ്. ബാക്കി പേടിക്കേണ്ട പല കാര്യങ്ങളും എനിക്ക് പേടിയില്ല, പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഒരു ചെറിയ തീപ്പൊരി കയ്യിൽ വീണ നമ്മുടെ സാധാരണ അടുപ്പിൽ നിന്നോ ഗ്യാസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് തീപ്പെട്ടിയിൽ നിന്നോ ഒന്നും കൊള്ളുന്ന പോലത്തെ തീയല്ല പടക്കത്തിൻ്റെത്. കാരണം അത് ഉള്ളിലേക്ക് ഭയങ്കര ബേൺസ് ഉണ്ടാക്കും. അത് കണ്ട് തഴമ്പിച്ചൊരു കണ്ണാണ് എൻ്റെത്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ദീപാവലിയുടെ സമയത്ത് ഇഷ്ടം പോലെ പേരാണ് അപ്പം നമുക്ക് ആ ഉള്ളിലേക്ക് ഇത് വേകുന്നത് കാണാം, വെന്തിരിക്കുന്നത്, നമ്മുടെ മാംസം ഉള്ളിലേക്ക് വെന്തു പോകും. അപ്പോൾ അത് എനിക്ക് പേടിയാണ്. കാരണം അത്ര ഒരു ടോളറൻസ് ഒന്നും എനിക്കൊന്നും തോന്നില്ല. എനിക്കതുകൊണ്ട് ഈ പടക്കം ദൂരെന്ന് കാണാൻ മാത്രമാണ് ഇഷ്ടം. പിന്നെ സർവ്വ ധൈര്യവും സംഭരിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ, അതും പ്രജി ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഞാൻ 1-2 പടക്കം കത്തിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്.
അപ്പോൾ ഇന്നത്തേതാ ഈ ഒരു സാധനം കണ്ടോ, ഫ്ലാഷ് എന്നാണ് പേര്. പക്ഷേ കണ്ണടിച്ചു പോയി എന്ന് പറയാം. ഇങ്ങനെ മിന്നി 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 അത് നിൽക്കുന്നുമില്ല. ഒരു 5 മിനിറ്റോളം അതിൻ്റെ ഫ്ലാഷ് ഇങ്ങനെ നിന്നുകൊണ്ട് നിന്ന്. അപ്പോൾ നമുക്ക് തല കറങ്ങിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അത്രയ്ക്കും ഫ്ലാഷായിപ്പോയി. പിന്നെ ഇപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എൻ്റെ ലൈഫിൽ എനിക്ക്, അതായത് എൻ്റെ ഓർമ്മയായപ്പോൾ തൊട്ട് ഈ വിഷു വരെയുമുള്ള ദിവസങ്ങളിൽ എനിക്ക് ഇതുവരെ ഒരു സാധനം പോലും ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടില്ല. അതല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമെന്ന് കരുതി ആരും ചെയ്തു തന്നിട്ടുമില്ല. എനിക്ക് സ്വന്തമായിട്ട് ആഗ്രഹം തോന്നിയിട്ട് എനിക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻസും ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ തന്നെ എനിക്ക് ആരും അങ്ങനെ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കാം എന്ന് ഇതുവരെ ആരും ഒരു കാര്യത്തിൻ്റെ പേരിലും നിന്നിട്ടുമില്ല. എനിക്കൊന്നും ആഗ്രഹിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുമില്ല. മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അതിനുവേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണ്. പക്ഷേ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളും നിർത്തിയിട്ട് പോകാറില്ല. കാരണം ഈ യൂട്യൂബ് തന്നെ കണ്ടില്ലേ, നമ്മൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്, എന്നിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാനിത് കൊണ്ട് നടക്കുന്നില്ലേ. അതെൻ്റെ ഒരു സന്തോഷം കൊണ്ടല്ലേ. എൻ്റെ ശമ്പൂട്ടൻ ഉണ്ടായപ്പോൾ തൊട്ടുള്ള ലൈഫ് മൊമെൻറ്റ്സ് എല്ലാം, ഉണ്ടായപ്പോൾ തൊട്ടില്ലെങ്കിലും കുറേയൊക്കെ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന എല്ലാം ഒരു മൂവി ആയിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പം ഞാനതിന് എഫേർട്ട് ഇടുന്നുണ്ട്, ഇല്ലയെന്ന് ഒട്ടും പറയാൻ പറ്റില്ല. പക്ഷേ വേണ്ടത്ര എല്ലാവരെയും പോലെ ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിനെക്കാട്ടിലും ഒന്നും ഇല്ലാത്ത പല യൂട്യൂബ് ചാനലും സക്സസ് ആയി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടേത് ഇങ്ങനെയല്ലേ. എന്നാലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ. ഒരു റീച്ചൊന്നും ഇല്ലാത്തൊരു ചാനലാണ് എന്ന് കരുതി നമ്മൾ ഇട്ടിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഒരു കാര്യം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറേ നാൾ ഞാൻ അതിനെ മനസ്സിലിട്ട് ഇങ്ങനെ ആഗ്രഹിക്കണം, എന്നാലാണ് എനിക്ക് കിട്ടുള്ളൂ. എക്സെപ്റ്റ് എൻ്റെ ശമ്പുട്ട്. ഒരു ആൺകുട്ടി ആവണം എനിക്കുണ്ടാവേണ്ടത് എന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു. പ്രജിക്ക് തീരെ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 6 മാസം ഗ്യാപ്പ് വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു കുട്ടി വേണം. അതായത് അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത പൂർണ്ണ ആരോഗ്യത്തോടൊരു കുട്ടി വേണം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. പക്ഷേ സ്കാനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് മനസ്സിലായല്ലോ, ഞാനും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ആൺകുട്ടിയാണെന്നുള്ളത്. അപ്പോൾ ആൺകുട്ടി വേണം എന്നൊരു തോന്നൽ വന്ന അതിൻ്റെ പിറ്റേന്ന് തന്നെയാണ് ഞാൻ സ്കാനിങ്ങിൽ എനിക്ക് ആൺകുട്ടിയാണെന്ന് അറിയുന്നത് കേട്ടോ. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ റേഡിയോളജി അൾട്രാസൗണ്ടിലൊക്കെ കുറേ നാൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ തലേദിവസം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, എനിക്കൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ല, കാരണം അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാകും, കാരണം അവർക്ക് ഞാനൊരു മോളാണല്ലോ എന്നൊരു തോന്നൽ വന്ന് പിറ്റേന്ന് അതായത് നാളെ സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ, ആൺകുട്ടിയായിരുന്നേ കൊള്ളായിരുന്നു ഇല്ലേന്ന് 5-ാം മാസം. അപ്പം പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാനും പ്രജിയും മാത്രം അറിഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. അപ്പം ആൺകുട്ടി അങ്ങനെ ആൺകുട്ടി ആവണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇക്കൊല്ലം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയൊരു സാധനമാണ് നമ്മുടെ കണിയുടെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന ഉടയാട. ഒന്നുമില്ല, വെറും 200 രൂപയുടെ കാര്യമുള്ളൂ. പക്ഷേ അത് ഞാൻ മേടിക്കില്ല, അതാണ് കാര്യം. അതായത് പിന്നാവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ വിഷുവിൻ്റെ സമയമോ അല്ലെങ്കിൽ തിരുവാതിരയുടെ സമയമോ അല്ലെങ്കിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യേണ്ട സമയമാകുമ്പോൾ എനിക്ക് കിട്ടില്ല. അങ്ങനെയാണ്. പക്ഷേ ഇക്കൊല്ലം അതെനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഗുരുവായൂർ അമ്പലത്തിലും പല അമ്പലങ്ങളിലും പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പം മേടിക്കണമെന്ന് ഇപ്പം എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ആവശ്യം വരുന്ന സമയത്ത് എൻ്റെ അത് കാണുകയില്ല. അങ്ങനെയാണേ. അപ്പോൾ ഇക്കൊല്ലം എനിക്ക് ഉടയാട കിട്ടി. അതിൻ്റെ ഒരു കണിയിൽ നമ്മൾ കണ്ടില്ലേ, അതുപോലെ ഞാൻ എത്ര പേർക്ക് ഓട്ടൂറിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടിയിട്ടൊരു ഓട്ടൂറിൽ മേടിച്ചിട്ടില്ല എന്നുള്ളത്. അതും അടുത്ത കൊല്ലം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളെ ഞാൻ ഇക്കൂട്ടത്തിലത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയില്ല. നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കും, കുറേയൊക്കെ നടക്കില്ല, കുറേയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യമേ. അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മൾ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ചെയ്യരുതെന്നല്ലേ പറയുക. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കൂ, നമ്മളൊരു തിരക്കുള്ള ബസ്സിൽ കയറുന്നു, ഒരു സീറ്റുണ്ട്, നമുക്ക് സീറ്റുണ്ട്, നമ്മളിരുന്നു. അപ്പോൾ വേറൊരാൾ കുട്ടീനെ കൊണ്ട് കയറി വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എഴുന്നേറ്റ് കൊടുക്കും, അവരിയ്ക്കും. അടുത്ത ദിവസവും ഒരു 3-4 ദിവസം അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മളെ അവർക്ക് പരിചയമാവും, അവർക്ക് നമ്മളെ പരിചയമാവും. ആ ദിവസം എല്ലാ ദിവസവും നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം തിരക്കില്ലാത്തൊരു ബസ്സിൽ, ഇനി കുട്ടി ഇല്ലെങ്കിൽ പോലും അവരൊറ്റയ്ക്ക് കയറി വന്നു, സീറ്റൊക്കെ ഉണ്ട്,
എന്നിട്ട് നമ്മളവരെ കണ്ടു. അപ്പോൾ നമ്മളൊരു പ്രതീക്ഷിക്കുന്നൊരു സോഷ്യൽ സ്മൈലുണ്ടല്ലോ, അത് അവരുടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ അവർക്ക് ചെയ്തൊരു ഹെൽപ്പ് വേസ്റ്റായി എന്ന് തോന്നില്ലേ? അതേപോലെയാണ് നമ്മൾക്ക് തിരിച്ചവർ സീറ്റ് എണ്ണീറ്റ് തരണ്ട, പക്ഷേ ഒരു സോഷ്യൽ സ്മൈല്. 4 ദിവസം അവൾ എനിക്ക് എണ്ണീറ്റ് തന്നതല്ലേ, അപ്പോൾ ഇന്ന് തിരക്കൊന്നുമില്ല, എനിക്ക് സീറ്റുണ്ട്, അതുകൊണ്ട് അവളുടെ മുഖത്തേക്കേ നോക്കണ്ട എന്ന് ചിന്തിക്കാതെ 4 ദിവസം അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു, അപ്പം ഒന്ന് ചിരിച്ചേക്കാം എന്ന് തോന്നുന്ന ആ ഒരു സോഷ്യൽ സ്മൈല് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും. അതെൻ്റെ തെറ്റായിരിക്കാം. അതേപോലെയാണ് പല കാര്യങ്ങളും. നമ്മൾ പലർക്ക് വേണ്ടിയും പല കാര്യങ്ങളും ഹെൽപ്പായിട്ടും അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചിട്ടും ആവശ്യപ്പെടാതെ ഒക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ഇങ്ങോട്ട് അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തതാണ് എൻ്റെ കൂടെയുള്ള പലരും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നതാ 4 കാലായി പ്രജി പോവുകയാണ്. ഈ ഒരു ഇത്രയും നല്ല വിഷമിച്ചാണ് പോകുന്നതെങ്കിലും ചിരിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. പ്രജി എന്നോട് പറഞ്ഞേൽപ്പിക്കുകയാണ്, നീ പോയി കിടന്നോളൂ, ഇപ്പോഴേ പണിയൊന്നും എടുക്കണ്ട, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പണിയെല്ലാം എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ആരും എണീറ്റിട്ടില്ല, വെളുപ്പിനെയാണ്. കാണുമ്പോൾ സങ്കടം തോന്നും, പക്ഷേ ഐ ആം പ്രൗഡ് ഓഫ് ഹിം, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ ഉടയാളയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചതായിരുന്നു വെളുപ്പിനെ. പക്ഷെ അതെന്തായാലും നടന്നില്ല. അതാ വെളുപ്പിനെ പ്രജി ഡ്യൂട്ടിക്ക് പോവാണ്. മക്കൾ 2 പേരും ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അവർ നന്ദൂട്ടൻ ആദ്യമേ പോയി കിടന്നുറങ്ങി. ശമ്പൂട്ടന് പക്ഷേ ഞാൻ കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണണം, എന്നാലേ അവന് സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മൾ ശമ്പൂട്ടന് അങ്ങനെ നല്ല ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. നമ്മളെല്ലാവരും 3 പേരും വീട്ടിലിടാനുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ നന്ദൂട്ടന് മാത്രം കുറച്ച് നല്ല ഡ്രസ്സ് എടുത്തു കൊടുത്തു, അങ്ങനെ ഉള്ളൂ. നമുക്ക് തൽക്കാലം ഇപ്പം വീട്ടിലിടാനാണല്ലോ വേണ്ടത്. അപ്പം അങ്ങനെ വീട്ടിലിടാൻ പാകത്തിനുള്ള ഒരു 3-4 ജോഡി ഡ്രസ്സാണ് ശമ്പൂട്ടിനും എനിക്കും പ്രജിക്കും എല്ലാം എടുത്തത്. പിന്നെ ഞാൻ കുളിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ അട ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. പൂവട ഉണ്ടാക്കി. അപ്പം വെല്ലം വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ പഞ്ചസാര വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാവില്ല, അല്ലെങ്കിൽ മധുരം ഇടാത്തത് ഇഷ്ടമായി എന്ന് വരില്ല. അങ്ങനെ നമ്മൾ അടയെല്ലാം ഉണ്ടാക്കി വേവിക്കാൻ വെച്ചു. പിന്നെ അത്യാവശ്യം കറിക്കൊക്കെ അരിയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പ്രജി വന്നത്. അതിനുശേഷം പ്രജിയും കൂടെ കൂടിയിട്ട് നമ്മൾ 2 പേരും കൂടെ കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് നമ്മളും കൊടുത്തതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 12:15 പ്രജിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഒരു 12 മണി ആകുമ്പോഴെങ്കിലും നമ്മൾ കഴിക്കണം. അപ്പോൾ 11:30 ആകുമ്പോഴെങ്കിലും നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആവണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഷടപടേന്ന് എല്ലാ കൂട്ടനെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു സദ്യ ഉണ്ടാക്കിയിട്ടോ. കണ്ണൂരൊക്കെ ആണെങ്കിൽ നോൺ വെജ് നിർബന്ധമാണ്. പക്ഷേ പ്രജയാണ് ഇക്കൊല്ലം. ഞാൻ നെച്ചോറും ചിക്കനും ഒക്കെ ആക്കാമെന്ന് കരുതിയിരുന്നു. വീട്ടിലൊക്കെ അങ്ങനെയാണ് കണ്ണൂരൊക്കെ. പക്ഷെ പ്രജി പറഞ്ഞു പറ്റില്ല, നമുക്ക് ഇക്കൊല്ലം സദ്യ തന്നെ വേണം. കാരണം എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കുന്നതല്ലേന്നെ. പക്ഷെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് നന്ദൂരൊന്നും പ്യുവർ വെജ് കഴിച്ച ഒരു ശീലമില്ലാത്ത കുട്ടിയാണ്. അപ്പം അവന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. പ്രജി പറഞ്ഞതുകൊണ്ട് പ്രജിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കി, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ഒരു ഇലയിൽ വിളമ്പിയിരുന്നു കേട്ടോ. അത് നമ്മളിനി കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഈ പൊരിഞ്ഞ വിലത്തെ കാക്ക വരുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു തണലുള്ള ഭാഗത്ത് ടെറസിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ കഴിക്കാനിരുന്നു. അപ്പം സമാധാനമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് വേഗം റെഡിയായിട്ട് പ്രജി പോവുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ദിവസം. പിന്നെ രാത്രിയാണ് വന്നത്. പിന്നെ നീ എന്താ വീഡിയോ എടുക്കാനുള്ളത്? അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ.